നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പിന്റെ പുതിയ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. KSRTC വനിതാ കണ്ടക്ടർമാരുടെ യൂണിഫോമുമായി ബന്ധപ്പെട്ടാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. വനിതാ കണ്ടക്ടർമാർക്ക് യൂണിഫോം ചുരിദാർ മാത്രമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ഉത്തരവിറക്കിയിരിക്കുന്നു. പുതിയ തീരുമാനപ്രകാരം പാൻസും ഷർട്ടും ധരിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ധരിക്കാവുന്നതാണ്. എന്നാൽ ഓവർകോട്ട് നിർബന്ധമാണെന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ്. ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ ചുരിദാറിനേക്കാൾ പാൻസും ഷർട്ടുമാണ് സൗകര്യം ചൂണ്ടിക്കാട്ടി ജീവനക്കാർ CMDക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. നേരത്തെ KSRTC ജീവനക്കാരുടെ യൂണിഫോം പരിഷ്കരിച്ചപ്പോൾ വനിതകൾക്ക് ചുരിദാറും ഓവർകോട്ടുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. കാക്കി നിറത്തിലാണ് പുതിയ യൂണിഫോം. KSRTCയിലെ യൂണിഫോം കാക്കിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വിവിധ വിഭാഗം ജീവനക്കാരുടെ യൂണിഫോം പരിഷ്കരിച്ച വിവരം നവംബറിൽ പുറത്തു വന്നിരുന്നു. കണ്ടക്ടർ, ഡ്രൈവർ തസ്തികയിലുള്ളവർക്ക് കാക്കി പാൻസും കാക്കി ഹാഫ് കൈ ഷർട്ടുമാണ് യൂണിഫോം. വനിതാ കണ്ടക്ടർക്ക് കാക്കി ചുരിദാറും ഓവർകോട്ടും. യൂണിഫോമിൽ നെയിം ബോർഡും ഉണ്ടാകും. ഇതിനായി 60,000 മീറ്റർ തുണി കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ കൈമാറി. മെക്കാനിക്കൽ ജീവനക്കാർ നീല വസ്ത്രത്തിലേക്ക് മാറും. യൂണിഫോം തിരിച്ച് കാക്കിയാക്കണമെന്ന് തൊഴിലാളി യൂണിയൻ വളരെ നാളുകളായി ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് യൂണിഫോം തിരിച്ച് കാക്കിയാക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഉത്തരവായിരുന്നില്ല. 3 പതിറ്റാണ്ട് നിന്ന KSRTCയിലെ കാക്കി യൂണിഫോമിന് 2015 മാറ്റം വന്നത്. KSRTCയിൽ പുതുമയും പ്രൊഫഷണൽ മുഖവും കൊണ്ടുവരാൻ ആയിരുന്നു അന്നത്തെ മാറ്റം. നിലവിൽ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും യൂണിഫോം നീല ഷർട്ടും കടും നീല പാൻറ്റുമാണ്. മെക്കാനിക്കൽ ജീവനക്കാർക്ക് ചാര നിറവും ഇൻസ്പെക്ടർമാരുടേത് മങ്ങിയ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ഇപ്പോഴത്തെ യൂണിഫോം. അതേസമയം കൊണ്ടോട്ടിയുടെ നഗരമധ്യത്തിൽ KSRTC ബസ് മറിഞ്ഞു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. ഞായറാഴ്ചയായതിനാലും സമീപത്ത് മറ്റ് വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ബസ്. തങ്ങൾസ് റോഡ് ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് ഇടതുവശത്തേക്ക് മറിഞ്ഞു. ബസ്സിലും യാത്രക്കാർ കുറവായിരുന്നു. അപകടത്തിന് പിന്നാലെ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. JCB ഉപയോഗിച്ച് വാഹനം നിവർത്തി സ്ഥലത്ത് നിന്നും മാറ്റി. ഇവിടെ ബസ്സുകളുടെ അമിത വേഗത പതിവാണെന്നും പലപ്പോഴും വലിയ ഭാഗ്യത്തിനാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുള്ളതെന്നും നാട്ടുകാർ പരാതി പറഞ്ഞു. എന്തായാലും ഈ സംഭവത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇടപെടും.